മാഡം ഇന്ന് നമ്മുടെ ടോപ്പിക്ക് പ്രഗ്നൻസി റിലേറ്റഡിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ SUT പട്ടം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ലക്ഷ്മി അമർ മാമിനാണ്. മാമിനെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം മാം. പ്രഗ്നൻസി ടൈമിൽ കുറേ സ്കാനിങ്സ് ഉണ്ട്, ഓരോ ട്രൈമസ്റ്റർ. അത് നമ്മൾ സ്റ്റാർട്ടിങ് എപ്പോഴാണ്, അത് എങ്ങനെയൊക്കെയാണ് സ്കാനിങ്ങിൻ്റെ ഒരു വിശദാംശം? നമുക്കിപ്പോൾ എല്ലാത്തിനും ഗൈഡ് ലൈൻസ് ഉണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ ഗൈഡ് ലൈൻസ് അനുസരിച്ചല്ല പോകുന്നത്. അതായത് ഗർഭിണിക്കും കുഞ്ഞിനും അത് ദോഷമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെയും ആ കുഞ്ഞിൻ്റെ, അതായത് ഗർഭിണിയുടെയും ഗർഭിണിയുടെ വീട്ടുകാരുടെയും ആഗ്രഹമനുസരിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വ്യത്യാസപ്പെടും. അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെയും വ്യത്യാസപ്പെടും. ഇപ്പോൾ കാര്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കണ്ടു, അവർക്ക് ബ്ലീഡിങ് ഇല്ല, അവർക്ക് വയറുവേദനയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ 12 ആഴ്ചയിൽ മതി ആദ്യത്തെ സ്കാൻ. അതാണ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഗർഭിണിയുടെയും വീട്ടുകാരുടെയും താല്പര്യം നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, ഇത് തീർച്ചയായിട്ടും ഗർഭം തന്നെയാണോ, അത് കുഴപ്പമൊന്നുമില്ലാത്ത ഗർഭമാണോ? നമ്മളെങ്ങനെ പറയും? ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വെച്ച് മാത്രം നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം അവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയും സ്കാൻ ചെയ്തോളൂ. സ്കാൻ എന്ന് പറയുന്നത് ഗർഭിണിക്ക് വേദന എടുക്കുന്ന ഒരെണ്ണമല്ല, റേഡിയേഷൻ ഇല്ല. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഗർഭപാത്രത്തിനകത്താണോ കുഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അത് കഴിയുമ്പോൾ ചിലപ്പോൾ പേഷ്യൻറ്റിന് പെയിനോ, ഗർഭിണിക്ക് പെയിനോ അല്ലെങ്കിൽ വേദനയോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ട്, നമുക്കും ഒരു ആങ്സൈറ്റി ഉണ്ട്. ഇനി വളർച്ചയെങ്ങാനും നിന്നുപോയോ, അതോ ഇനി ട്യൂബിലെങ്ങാനുമാണോ പ്രഗ്നൻസി? അപ്പം അതറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്കാൻ ചെയ്യും. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു 8 ആഴ്ചയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഗർഭപാത്രത്തിനകത്താണോ കുഞ്ഞ്, ഒരു കുഞ്ഞാണോ 2 കുഞ്ഞാണോ, അതോ വളർച്ചയൊക്കെ ഹാർട്ട് ബീറ്റൊക്കെ വന്നിട്ടുണ്ടോ, വളർച്ചയൊക്കെ സാധാരണ പോലെ നടക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയധികം ശാസ്ത്രം പുരോഗമിച്ച സ്ഥലത്ത് 12 ആഴ്ചയിലാണ് പിന്നെ സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മളാരും വെയിറ്റ് ചെയ്യാറില്ല. പ്രഗ്നൻസി ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 8 ആഴ്ചയാകുമ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്യും. കാര്യം കുഞ്ഞ് അകത്ത് സുഖമായിട്ടിരിക്കുന്നു, കുഞ്ഞിന് എത്രയാണ്. ചിലർക്കാണെങ്കിൽ മാസക്കുളി തെറ്റി വരുന്നവരുണ്ട്. അപ്പം അങ്ങനെ മാസക്കുളി തെറ്റി വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എത്ര മാസമായി എന്നറിയണമെങ്കിൽ നമ്മൾ 8 ആഴ്ചയിൽ 8 തൊട്ട് 12 ആഴ്ച സ്കാൻ ചെയ്യണം. മാസക്കുളി തെറ്റിയാണ് വരുന്നത്, അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത് 2 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നമുക്ക് അറിയണ്ടേ ഈ കുഞ്ഞെന്ന്, അപ്പോഴും നമ്മളൊരു സ്കാൻ ചെയ്യും. അപ്പോൾ നമ്മൾ 12 ആഴ്ചയിലാണ് ആദ്യത്തെ സ്കാൻ. പിന്നെ നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് 20 ആഴ്ചയിൽ. എന്തിനാണ് 20 ആഴ്ചയിൽ സ്കാൻ? 20 ആഴ്ചയിലാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം വളർന്ന് നമുക്ക് എല്ലാ അവയവങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഹാർട്ട് ശരിയാണോ, ബ്രെയിൻ ശരിയാണോ, കയ്യിൽ എല്ലൊക്കെ ആവശ്യത്തിനുണ്ടോ, ഏതെങ്കിലും ഒരു എല്ല് കുറവാണോ, ഒരു വിരൽ കുറവാണോ, അല്ല ഹാർട്ടിനകത്ത് എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടോ, ഇതൊക്കെ അറിയാനായിട്ട് 20 ആഴ്ചയിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ 20 ആഴ്ചയ്ക്കകം ചെയ്യണമെന്ന് പറയുന്നു? ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യമുണ്ട്, അപ്പോൾ അതിനെ അബോർഷൻ ചെയ്ത് കളയണ്ടേ? 24 ആഴ്ച വരെ ഉള്ളൂ നമുക്ക് നിയമപരമായി അബോർഷൻ ചെയ്യാൻ പറ്റുന്ന സമയം. അപ്പോൾ 20 ആഴ്ചയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ ഫർദർ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരണം. അതെല്ലാം 24 ആഴ്ചയ്ക്ക് മുമ്പ് തരണം. നമ്മൾ 18 ആഴ്ച തുടങ്ങി 20 ആഴ്ച വരെ ഒരു സ്കാനിങ് പറയും. പിന്നെ നമ്മൾ 7-ാം മാസത്തിലാണ് കുഞ്ഞിൻ്റെ വളർച്ച തുടങ്ങുന്നത്. അത് കമ്പൽസറി അല്ല, പക്ഷേ 7-ാം മാസത്തിൽ ചെയ്താൽ നമുക്കറിയാൻ പറ്റും കുഞ്ഞിൻ്റെ അതുവരെയുള്ള വളർച്ചയൊക്കെ നോർമലാണോ അല്ലയോ. 9-ാം മാസം പ്രസവത്തിന് മുമ്പും നമ്മൾ വെള്ളമൊക്കെ നോർമലായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വയറ് നോക്കി കണ്ടുപിടിക്കണം എന്നാണ്. പക്ഷേ വയറ് നോക്കി കണ്ടുപിടിക്കാത്ത പലതും നമുക്കിപ്പോൾ സ്കാനിൽ കൂടെ കാണാൻ പറ്റും. കുഞ്ഞിന് പോകുന്ന രക്തയോട്ടം നല്ലതാണോ, മറുപിള്ളയിലേക്ക് പോകുന്ന രക്തയോട്ടം നല്ലതാണോ, കുഞ്ഞിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, ഇതൊക്കെ വെറും വയറ് മാത്രം നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനുള്ള സാഹചര്യം ഉള്ളപ്പോൾ നമ്മളത് ഉപയോഗിക്കുക തന്നെ വേണം. മേഡം, ഇപ്പം സ്കാനിങ് പോലെ തന്നെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ഈ ടൈമിൽ എഴുതി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? മാത്രമല്ല എല്ലാവർക്കും ഒരേപോലത്തെ ബ്ലഡ് ടെസ്റ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത്? ഇത് നമ്മൾ എപ്പോഴും ഒരു ഗർഭകാല പരിരക്ഷയുടെ ഉദ്ദേശം എന്താണ്? ആരോഗ്യമുള്ള ഒരു അമ്മയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞും.
അപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു ഗർഭിണി വന്ന ഉടനെ ഞങ്ങൾ നോക്കുന്നത് ഇവരുടെ പ്രസവ തീയതി ആദ്യത്തെ 12 ആഴ്ചയിൽ വേണം നമ്മൾ ഈ പ്രസവ തീയതി ഫിക്സ് ചെയ്യാൻ. കാര്യം ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണ് 12-14 ആഴ്ച വരെ വളരുന്നത്. അത് കഴിയുമ്പോൾ ഇപ്പം നല്ല വണ്ണവും പൊക്കമുള്ള ആഫ്രിക്കക്കാരുടെ കുഞ്ഞുങ്ങളുടെ വണ്ണം കൂടുതലായിരിക്കും, പൊക്കം കൂടുതലായിരിക്കും. അതേസമയം ഇന്ത്യക്കാർ പൊതുവെ സ്മോൾ മെയ്ഡ് എന്ന് പറയും, ചെറുതാണ്. അപ്പം അവർ ഈ അതായത് ഈ 2ാമത്തെ ഘട്ടം തുടങ്ങുമ്പോൾ തന്നെ വളർച്ചയിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആ വളർച്ചയൊക്കെ നമ്മൾ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ആദ്യത്തെ 3 മാസത്തെ ഘട്ടത്തിൽ തന്നെ നമുക്കറിയണം, ആദ്യത്തെ നമ്മളുടെ ഉദ്ദേശം കൃത്യമായിട്ട് ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. കറക്റ്റായിട്ട് മാസക്കുളി വരുന്നവർക്ക് അത് നമുക്ക് ഡേറ്റിൽ നിന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. 9 മാസവും 7 ദിവസവും ആദ്യത്തെ ദിവസം മാസക്കുളിയുടെ ആദ്യത്തെ ദിവസമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡേറ്റ് കിട്ടും. അല്ലെ പ്രഗ്നൻസി ടെസ്റ്റ്, എല്ലാ പ്രഗ്നൻസി ടെസ്റ്റുകളും മാസക്കുളി തെറ്റി 2 ദിവസം കഴിയുമ്പോൾ പോസിറ്റീവ് ആകും. പക്ഷേ തെറ്റി മാസക്കുളി വരുന്നവർക്ക് ചിലപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായിട്ട് വരും. അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബീറ്റ-HCGയും കൂടെ ഒന്ന് നോക്കാൻ പറയും. ബീറ്റ-HCG എന്ന് പറയും. അത് പക്ഷേ വളരെ വിരളമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരാറുള്ളൂ. അല്ല, നമ്മളിപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് ട്യൂബിലെ പ്രഗ്നൻസി സസ്പെക്ട് ചെയ്യുകയാണെങ്കിലും അത് വിരളമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് ഉദ്ദേശം ഒന്ന്, നമ്മുടെ ഗർഭകാലം എത്രയാണെന്ന് അറിയണം, പ്രസവിക്കുന്ന ഡേറ്റ് അറിയണം. 2ാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഗർഭത്തിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ, അതോ ഇവർ സാധാരണ പോലെ പോകുന്ന ഗർഭമാണോ? എല്ലാ ഗർഭത്തിലും ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളുണ്ട്, അത് നമ്മൾ അപ്പോൾ മാനേജ് ചെയ്യും. പക്ഷേ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ എന്നറിയണമെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്യുന്നത്. എല്ലാവർക്കും യൂണിവേഴ്സലായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് അവരുടെ ഗ്രൂപ്പും RH ടൈപ്പിങ്ങും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ഹീമോഗ്ലോബിൻ, അതായത് വിളർച്ചയുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ നമ്മൾ അറിഞ്ഞിരിക്കണം. മൂത്രത്തിനകത്ത് എന്തെങ്കിലും പഴുപ്പുണ്ടോ, ഗർഭിണിയായിരിക്കുമ്പോൾ അത് വരാനുള്ള സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കണം. പഴുപ്പിൻ്റെ അംശമുണ്ടോ എന്നറിയാൻ മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ തൈറോയിഡിൻ്റെ ലെവൽ നോക്കണം. ഇപ്പോൾ തൈറോയിഡ്, ഇന്ത്യയിൽ തൈറോയിഡിൻ്റെ അളവ്, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് കുറവുള്ള സ്ത്രീകൾ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞിന് ആദ്യത്തെ 3 മാസം സ്വന്തമായി തൈറോയിഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അമ്മയുടെ തൈറോയിഡാണ് കുഞ്ഞ് എടുക്കുന്നത്. അപ്പം അമ്മയ്ക്ക് തൈറോയിഡ് കുറവാണെങ്കിൽ കുഞ്ഞിന് തൈറോയിഡ് കുറച്ചേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ 3 മാസത്തെ അതിൻ്റെ വളർച്ചയിൽ ആ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ കുഞ്ഞിന് തൈറോയിഡ് കുറഞ്ഞു പോകരുത്. അപ്പം നമ്മൾ തൈറോയിഡും ടെസ്റ്റ് ചെയ്യും. പിന്നെ എല്ലാവർക്കും തന്നെ, ഇന്ത്യയിൽ എല്ലാവർക്കും തന്നെ നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റും ചെയ്യണം. അത് സാധാരണഗതിയിൽ നമ്മളൊരു 24 ആഴ്ച 6ാമത്തെ മാസമാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നേരത്തെ വണ്ണം കൂടിയ സ്ത്രീ ഗർഭിണിയാണ്, അല്ലെങ്കിൽ 40-35 വയസ്സ് കഴിഞ്ഞ്, 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോക്കണം. 35-നും 40 വയസ്സിനും ഇടയ്ക്കുള്ള ഗർഭിണിയാണ്. അതല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ കുഞ്ഞ് വണ്ണം കൂടുതലുള്ള 4 കിലോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞിനെ എടുക്കുമ്പോൾ അതിൻ്റെ കൈക്കൊരു പാരാലിസിസ് പോലെ വന്നു, ബുദ്ധിമുട്ടുള്ള പ്രസവമായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞിന് വെയിറ്റ് കൂടിയെന്നും അപ്പം ആ സമയത്ത് അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡയബറ്റീസ് ഉള്ള ഗർഭിണികൾ വരും, അവർക്കും നമ്മൾ ഷുഗർ ടെസ്റ്റ് പ്രത്യേകമായിട്ട് ചെയ്യണം. സോ ഗ്രൂപ്പ് ചെയ്യണം, പിന്നെ തൈറോയിഡ് ചെയ്യണം, ഷുഗർ നോക്കണം, പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ്, വിളർച്ചയുടെ അളവ് നോക്കണം. പിന്നെ പലരും ആദ്യത്തെ വിസിറ്റിൽ തന്നെ അവർക്ക് എന്തെങ്കിലും വൈറൽ അസുഖങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടോ എന്നുള്ളതിന് ഉള്ള തെളിവുകൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, പിന്നെ അവർക്ക് സിഫിലിസിൻ്റെ അസുഖമുണ്ടോ. സിഫിലിസിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചികിത്സിക്കണം. കാര്യം സിഫിലിസ് അമ്മയ്ക്ക് കുഞ്ഞിന് പോകുന്നത് 5-ാം മാസം തുടങ്ങിയാണ്. അതിനു മുമ്പേ ചികിത്സിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് സിഫിലിസ് ഇല്ലാതെ രക്ഷപ്പെടാം. സിഫിലിസ് ഒന്നും ഇപ്പം അത്രയ്ക്കും നമ്മൾ കാണാറില്ല. അങ്ങനെ നമ്മുടെ എസ്പെഷ്യലി കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ സിഫിലിസ് ഒന്നും കാണാറില്ല. പിന്നെ എല്ലാവർക്കും അമ്മയുടെയും വീട്ടുകാരുടെയും അമ്മയുടെ സമ്മതത്തോടു കൂടി, ഗർഭിണിയുടെ സമ്മതത്തോടു കൂടി എയ്ഡ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇതാണ് പൊതുവായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ.